GM നായരുണ്ട്, റിട്ടയർഡ് എയർ ട്രാഫിക് കൺട്രോളർ. GM നായർ, താങ്കൾ ഈ മൊത്തം സീൻ കണ്ടു കാണുമല്ലോ, ദൃശ്യങ്ങളെല്ലാം. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത്? കണ്ടുകൊണ്ടിരിക്കുകയാണ്. 242 യാത്രക്കാരുമായിട്ട് അഹമ്മദാബാദിൽ നിന്നും ഉയർന്ന എയർ ഇന്ത്യയുടെ 171 അഹമ്മദാബാദ് ലണ്ടൻ വിമാനം ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന വിമാനമാണ് എയർ ഇന്ത്യയുടേത്. ഈ ഡ്രീം ലൈനർ വിമാനം വളരെ ശേഷിയുള്ളതും വളരെ കാര്യശേഷിയുള്ള വിമാനമാണ്. 300ഓളം ആൾക്കാരെ അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയും. അത് ഏതാണ്ട് 15 വർഷത്തോളമായി എയർ ഇന്ത്യ ബോയിങ് കമ്പനിയിൽ നിന്ന് ഈ വിമാനം വാങ്ങിയിട്ട് ചില്ലറ പ്രശ്നങ്ങൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതെല്ലാം പരിഹരിച്ച് എയർ ഇന്ത്യ വിമാന സർവീസ് നടത്തുകയാണ്. ഇതുവരെയും ഒരു വിമാനവും കേടായി ഒരു ആക്സിഡന്റ് ഉണ്ടായതായിട്ട് ഇതുവരെ അറിയില്ല. ഇത് ഡ്രീം ലൈനറിന്റെ ആദ്യത്തെ എയർ ഇന്ത്യ ആക്സിഡന്റ് ആണ്. ഇത് അഹമ്മദാബാദിൽ നിന്ന് ഉച്ചയ്ക്ക് 1:35 ലണ്ടനിലേക്ക് പറന്ന് ഉയർന്ന വിമാനമാണ്. അത് ഉയരുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം, ഉയർന്നിട്ടത് ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നില്ല. വിമാനത്തിന്റെ അണ്ടർ കാരേജ് താഴെ തന്നെ കിടക്കുകയാണ്, അത് മുകളിലേക്ക് ഉയരുന്നില്ല. പിന്നെ ഇതില് സംഭവിക്കാൻ സാധിക്കുന്നത് ഒന്നുകിൽ പറന്നുയർന്ന സമയത്ത് റൺവേയിൽ നിന്നും ഏതെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഇനി ഫോറിൻ ഒബ്ജക്റ്റോ അതല്ലെന്നുണ്ടെങ്കിൽ ബേഡ് ഹിറ്റോ എന്തെങ്കിലും ഉണ്ടായി ഇഞ്ചിന് തകരാറുണ്ടാവാം. എന്നാലും 2 ഇഞ്ചിനുള്ള വിമാനമാണ്. 2 ഇഞ്ചിലും ഒരേ സമയത്ത് തകരാറുണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ്. 1 ഇഞ്ചിന് എന്തെങ്കിലും തകരാറുണ്ടായാലും മറ്റേ ഇഞ്ചിന്റെ പവർ കൊണ്ട് വിമാനം ഉയരുകയോ അതേ ഉയർന്നു പൊങ്ങി അതേ വിമാനത്താവളത്തിലേക്ക് തിരിച്ചിറങ്ങാനോ എല്ലാം കഴിയുന്നതാണ്. പക്ഷെ ഇവിടെ എന്തായാലും വിമാനത്തിന് പ്രോപ്പർ ലിഫ്റ്റ് കിട്ടുന്നില്ല. വിമാനം താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഉയർന്ന വിമാനം ഏതാണ്ട് 10-600 അടിയോളം പൊങ്ങിയിരിക്കാനാണ് സാധ്യത. ഒരു 2, 3, 4 മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം താഴെയാണ്. അത് പൊങ്ങാനായിട്ട് കഴിയുന്നില്ല. അത് അണ്ടർ കാരേജ് ആ സമയത്തിനുള്ളിൽ മുകളിലേക്ക് ഉള്ളിലേക്ക് കയറേണ്ടതാണ്. അത് കയറുന്നില്ല. അതിന്റെ വെയിറ്റ് കൊണ്ട് വിമാനത്തിന് ഒരു ഡ്രാഗ് ഉണ്ടാകാം സാധാരണയായിട്ട്. അതല്ലെങ്കിൽ വിമാനത്തിന്റെ ഫ്ലാപ്പ് ടേക്ക് ഓഫ് പൊസിഷനിൽ ആയിരുന്നു എന്ന് നമുക്ക് സംശയിക്കാം. വിമാനം ഉയർന്ന സമയത്ത് വിമാനത്തിന്റെ ഫ്ലാപ്പ് ടേക്ക് ഓഫ് പൊസിഷനിൽ ഉണ്ടാകുന്ന ചിറകിന്റെ 2 അടിയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. അത് ടേക്ക് ഓഫ് പൊസിഷനും ലാൻഡിംഗ് പൊസിഷനും അത് പ്രത്യേകം പൊസിഷനിലേക്ക് വയ്ക്കണം. എങ്കിൽ മാത്രമേ എയറിന്റെ ലിഫ്റ്റ് കൊണ്ട് വിമാനം മുകളിലേക്ക് പോവുകയുള്ളൂ ടേക്ക് ഓഫ് സമയത്ത്. അതും പൊസിഷനിലാണോ എന്നുള്ള കാര്യം അറിയണം. ഇതിപ്പം വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തോ സംഭവം ഇതിനകത്തുണ്ടായെന്നും ക്യാപ്റ്റൻ മേഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡേ എന്ന് പറയും. ക്യാപ്റ്റൻ മെയ്ഡേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ SOS സേവ് അവർ സോൾ, എന്തോ ആക്സിഡന്റ് എമർജൻസി ഉണ്ടായെന്നുള്ളതാണ്. അത് പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ അത് എയർ ട്രാഫിക് കൺട്രോളിന് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെന്നും എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഒരു നിർദ്ദേശം കിട്ടിയില്ലെന്നുമാണ് പറഞ്ഞറിയുന്നത്. പക്ഷെ അതിനുള്ളിൽ തന്നെ എന്തോ വിമാനം ഉടനെ തന്നെ ഡ്രാഗ് ആയി താണു. അത് ഏതോ ബിൽഡിങ്ങിൽ ഇടിച്ചു, അത് അടുത്തുള്ള മരത്തിലിടിച്ചു, വിമാനം തകർന്നു കഴിഞ്ഞു. ഈ വിമാനത്തിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിമാനം ലണ്ടൻ വരെ 10-12 മണിക്കൂർ തുടർച്ചയായി പറക്കാനുള്ള ഇന്ധനം ഈ വിമാനത്തിനകത്തുണ്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്തിട്ട് എമർജൻസി ലാൻഡിങ് അതേ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതും അപകടമാണ്. അതിന് വിമാനം കുറച്ചു നേരം പറന്ന് ആ ഇന്ധനം മുഴുക്കെ കത്തിച്ചു കളയുകയോ അതല്ലെങ്കിൽ ജെറ്റിസൺ എന്നൊരു പരിപാടിയുണ്ട്, ഇന്ധനത്തിനെ ചോർത്തി കളയുന്ന ഒരു പരിപാടി. ആ ചോർത്തി വെച്ച് കുറച്ചതിന് ശേഷം മാത്രമേ ഈ വിമാനം ഇറങ്ങാൻ കഴിയൂ. അതല്ലെങ്കിൽ തന്നെ ടേക്ക് ഓഫ് ചെയ്ത അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിമാനം നൊടിയിടയിൽ ഇറക്കാം. പക്ഷെ അതൊരു വളരെ ഡേഞ്ചറസ് ആയ സിറ്റുവേഷനാണ്. പെട്ടെന്ന് ഒരു സ്വല്പം സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ ഫയർ സർവീസ് റൺവേയിൽ ഫയർ ബെഡ് ഉണ്ടാക്കും, ഫോം ബെഡ് ഉണ്ടാക്കും. ഫോം ബെഡ് എന്ന് പറഞ്ഞാൽ ഒരുതരം രാസവസ്തു കൊണ്ട് ഒരുതരം പത പോലെ റൺവേ ഉടനെ അടിച്ച് ഒരു 2-3 അടി പൊക്കത്തിൽ ഉണ്ടാക്കി അതേ ഫോം ബെഡിൽ എയർക്രാഫ്റ്റ് ഇറങ്ങി അപകടം കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. എന്നിരുന്നാൽ തന്നെയും ഇതിനകത്ത് ഹ്യൂജ് ഫ്യൂവലുണ്ട്.
എത്രയോ ടൺ 10-12 മണിക്കൂർ തുടർച്ചയായി പറത്താനുള്ള ഫ്യൂവലുണ്ട്. ആ ഫ്യൂവലിന്റെ കത്തൽ കൊണ്ടാണ് ഇത്രയും ഭയങ്കരമായ ഒരു അപകടം ഉണ്ടായത്. സ്ട്രീം ലൈൻ വിമാനം വളരെ സുരക്ഷിതമായ വിമാനമാണ്, മോഡേൺ സംവിധാനങ്ങൾ ഉള്ളതാണ്. ഇതുവരെയും അതിനൊരു ക്രാഷോ അല്ലെങ്കിൽ മേജറായ ഒരു അപകടമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന 1-2 സിറ്റുവേഷൻ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് മറ്റ് വിദഗ്ധമായ രീതിയിലൊന്നും ഒരു അറിവും കിട്ടിയിട്ടില്ല എങ്കിലും ഒന്നുകിൽ ഈ അണ്ടർ ക്യാരേജ് പ്രോബ്ലം ഉണ്ടായിരിക്കാം, അത് മുകളിലേക്ക് വലിയുന്നില്ല. അതല്ലെങ്കിൽ ഈ ഫ്ലാപ്പിന്റെ പൊസിഷൻ ടേക്ക് ഓഫ് പൊസിഷനിൽ അല്ലേ ഇരിക്കാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് പ്രവർത്തനം രഹിതമായില്ല. അണ്ടർ കാരേജ് എന്താണ്? അണ്ടർ കാരേജ് വെച്ചാൽ ടയറൊക്കെ ഇരിക്കുന്ന സാധനം, ലാൻഡിംഗ് ഗിയർ. അത് ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. അത് താഴേക്ക് കിടന്നു കഴിഞ്ഞാൽ വിമാനം മുകളിലേക്ക് പൊങ്ങൂല. അത് ഇപ്പോഴും പൊങ്ങുമ്പോൾ തന്നെ കാണാം ആ വിമാനം മുകളിലേക്ക് ആ ടയർ താഴെ തന്നെ കിടക്കുകയാണ്. അതൊരു 2-3 മിനിറ്റിനുള്ളിൽ അത് ഉള്ളിലേക്ക് വലിച്ചു കയറ്റും. അത് ഹൈഡ്രോളിക് പവർ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ഹൈഡ്രോളിക് പവർ പ്രവർത്തിച്ചാൽ തന്നെയും അത് പൊങ്ങിയില്ല എന്ന് വരും. അതൊരു മേജർ എമർജൻസി സിറ്റുവേഷൻ ആണ്. അണ്ടർ കാരേജ് റിട്രാക്ടിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ സമയത്ത് അണ്ടർ കാരേജ് താഴേക്ക് വരുന്നില്ല, ഇതൊക്കെ എയർക്രാഫ്റ്റിന്റെ ഒരു മേജർ എമർജൻസി സിറ്റുവേഷൻ ആണ്. കൂടാതെ ഈ ഫ്ലാപ്പ് സാധാരണ ഈ ഫ്ലാപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇവര് ടാക്സി ചെയ്യുന്ന സമയത്ത് തന്നെ, എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് പോകുന്ന സമയത്ത് തന്നെ അത് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. എയർക്രാഫ്റ്റിന്റെ കംപ്ലീറ്റ് പ്രവർത്തനം കോ പൈലറ്റ് ഓരോന്നോരോന്നായിട്ട് വായിക്കും, ക്യാപ്റ്റൻ അത് ചെക്ക് ചെയ്യും. അപ്പൊ ഈ ഫ്ലാപ്പിന്റെ പൊസിഷനൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ചിലർക്കൊക്കെ ഒന്ന് അനക്കി ഒക്കെ നോക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ചെക്കിങ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. ഈ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം ഇപ്പം ആക്സിഡന്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉണ്ട്. പണ്ട് DGC ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ DGക്ക് പകരം ഒരു ഓട്ടോണോമസ് ബോഡി, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അവര് നടത്തുമ്പോഴത്തേക്ക് ഇതിന്റെ ബ്ലാക്ക് ബോക്സും ഇതിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, അതുപോലെ തന്നെ ക്യാപ്റ്റനും ATCയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ റെക്കോർഡുകൾ, ഇതെല്ലാം പരിശോധിച്ച് വ്യക്തമായ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയും എന്താണ് ഈ ആക്സിഡന്റിന്റെ പിന്നിലുള്ളത്. അത് കൂടാതെ തന്നെ കമ്പനിയുടെ താങ്ക് യു GM നായർ ഇത്രയും വിശദമായി ഈ കാര്യങ്ങൾ